ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നതിന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങൾ 143 അധ്യായം അതിൻ്റെ 10 തിരുവചനം. ബാറക്മോർ, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവെന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും മഹാദയാലുവുമായ കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ മണിക്കൂറുകളിൽ നിൻ്റെ വചനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈ വചനം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ വയലുകളെ അവിടുന്ന് ഒരുക്കണമേ. കർത്താവെ, 30, 60, 100 മേനിയും ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ഞങ്ങളെല്ലാം ഒരുക്കി അവിടുന്ന് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ട വചനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണം നിൻ്റെ കാവൽ ഞങ്ങൾക്ക് നൽകണമേ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്ന് അകറ്റി മായ്ച്ചു കളയണമേ. കർത്താവെ, തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെല്ലാം ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ സഭയെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങേ കരങ്ങളിലേക്ക് ഒരിക്കലൂടെ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവ്, പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുകയാണ്. സങ്കീർത്തനം 143:10, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് നിരപ്പുള്ള വഴിയിലൂടെ എന്നെ നയിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേകം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവരാവാം നമ്മൾ. നമുക്കൊക്കെ അറിയാം, വലിയ ദുർഘടമുള്ള വഴിയിലൂടെ അതിവേഗം നമുക്ക് സഞ്ചരിക്കാനാവില്ല. എന്നാൽ സുഗമമായ പാതയിലൂടെ, യാതൊരു അല്ലലും അലച്ചിലും ഇല്ലാത്ത പാതയിലൂടെ വളരെ വേഗം നമുക്ക് യാത്ര ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നതും നല്ല സുഗമമായ പാതകളാണ്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിന്നെ നല്ല നിരപ്പുള്ള പാതയിലൂടെ നയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. കാരണം അപ്പോസ്തല കാലഘട്ടം മുതൽ ഈ കാലഘട്ടം ഒക്കെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നയിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ അവൻ സഞ്ചരിക്കാൻ തുടങ്ങും. അതിന് ഒരു നല്ല ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെയാണ്. ലൂക്കോസിന് സുവിശേഷം 1 അധ്യായം അതിൻ്റെ 35 വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് ഗബ്രിയേൽ മാലാഖ കടന്നു വന്നിട്ട് പറയുകയാണ്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, നീ ഒരു മകനെ പ്രസവിക്കുമെന്ന വചനം പറയുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട്. അതിനുത്തരമായി മാലാഖ പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ദൈവത്തിൻ്റെ വചനം അറിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് തൻ്റെ ജീവിതം വിട്ടുകൊടുത്തപ്പോൾ ലൂക്കോസിന് സുവിശേഷം 1 അധ്യായം അതിൻ്റെ 38 വചനം പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ ഭവിക്കട്ടെ. ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച അമ്മ 39 വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, ഇതാ മലനാട്ടിലുള്ള പുരോഹിതനായ സഖറിയായുടെ ഭവനത്തെ ലക്ഷ്യമാക്കി എലിശുബ ഗർഭിണിയാണെന്ന് വിവരം കേട്ടപ്പോൾ അവളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി 3 മാസക്കാലം പരിശുദ്ധ അമ്മ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകൾ, പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. നമ്മളിവിടെ കാണണം, ഇതാ പരിശുദ്ധാത്മാവ് നമ്മളെ നേർവഴിയിലൂടെ നടത്തും. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് ദുർഘട വഴിയിലൂടെയല്ല, നിരപ്പായ പാതയിലൂടെയാണ്. പല പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളിലുള്ള നിയന്ത്രണം മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലൂടെ കൈ നമ്മൾ കൊടുക്കുക. നമ്മുടെ നിയന്ത്രണങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മളെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവ് ആവശ്യമുള്ള വഴിയിലൂടെ, പരിശുദ്ധാത്മാവ് ചില വഴി നമുക്ക് പറയും, ഈ വഴിയെ പൊക്കോളുക. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30 അധ്യായം അതിൻ്റെ 20 തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30 അധ്യായം അതിൻ്റെ 20 വചനം, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിൻ്റെ ചെവികൾക്ക് പിന്നിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങും.
നമ്മളിങ്ങനെ കാണുന്നത് പോലെയല്ല. പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവിനോടൊന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിന്നെ കരം പിടിച്ച് ഓരോ നിമിഷവും നിന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും. ഏതെല്ലാം വഴിയിലൂടെ നീ പോകണമെന്നോ, എങ്ങനെയെല്ലാം നീ പോകാൻ ആഗ്രഹിച്ചോ, നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധാത്മാവ് പറയുന്ന ആ വഴിയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് നിനക്ക് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കണം. പരിശുദ്ധ അമ്മ ശ്രവിച്ചത് മൊത്തവും പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞെടുത്ത് ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശം ലഭിച്ചതിന് ശേഷം ഇതാ അവൾ അറിയുകയാണ് തൻ്റെ ചാർച്ചക്കാരി ഗർഭിണിയാണ്. ഇതാ 6 മാസക്കാലം അവൾ ഗർഭിണിയാണെന്ന്, ഗർഭം അവൾക്കുണ്ട് എന്നറിയുമ്പോൾ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എലിശുബായുടെ ഭവനത്തിലേക്ക് കടന്നു എന്ന് അവളെ ശുശ്രൂഷിച്ചു. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കുന്നവർ, 8-ാം അധ്യായം അതിൻ്റെ 14-ാം വചനം പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നമ്മളൊക്കെയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ്, ദൈവത്തിൻ്റെ പുത്രന്മാർ. പരിശുദ്ധ മാമോദീസായിലൂടെ സഭയിൽ അംഗങ്ങളായി ക്രിസ്തുവിൻ്റെ സഹോദരനും സഹോദരിയുമായി തീർന്ന നാമൊക്കെയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളവരായി തീരേണ്ടതാണ്. പരിശുദ്ധാത്മാവാണ് ഓരോ നിമിഷവും നമ്മളെ കരം പിടിച്ച് മുമ്പോട്ട് നയിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പരിശുദ്ധാത്മാവിൻ്റെ സൗഹൃദങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ നേടാം. പരിശുദ്ധാത്മാവിന് സൗഹൃദം നേടാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നിവേശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ ശക്തനായ പരിശുദ്ധാത്മാവിനെ ദൈവം നിവേശിപ്പിച്ചിട്ടുണ്ട്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ബലവാനാണ്, ശക്തനാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ ഏറ്റവും സ്നേഹത്തോടെ ആഗ്രഹിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് അവനോടൊന്ന് സംസാരിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കണം. നമ്മൾ ശാന്തമായിരുന്ന് പരിശുദ്ധാത്മാവിനോട് നമ്മൾ സംസാരിക്കണം. ആരും കേൾക്കണ്ട, ആരോടും പറയണ്ട. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പരിശുദ്ധാത്മാവിനോട് മാത്രം, പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പലതരത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും, നമ്മൾ ആരും സഹായിക്കാനില്ല എങ്കിലും നീ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ ആർക്കാണ് ദൈവം വാഗ്ദാനം ചെയ്തത്? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 15 തൊട്ടുള്ള വചനങ്ങൾ ഇപ്പം ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പ്രിയപ്പെട്ടൊരു വചനം പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങൾ പിതാവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന, നിങ്ങൾ ദൈവകൽപ്പന പാലിക്കും. വചനം പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. മറ്റൊരു സഹായകൻ, പരിശുദ്ധാത്മാവെന്ന സഹായകനെ ലഭിക്കും. നിങ്ങൾ ദൈവകൽപ്പന പാലിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ദൈവകൽപ്പന പാലിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നീ ഇരിക്കാൻ തുടങ്ങി, നീ ആഗ്രഹിച്ചാൽ സഹായകനായ, നിത്യസഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ജ്വലനം നിനക്ക് അനുഭവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിലെ നൊമ്പരങ്ങൾ എടുത്തു മാറ്റുന്നത് നിനക്ക് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിൻ്റെ കടബാധിതരുടെ കെട്ടുകൾ അഴിക്കുന്നതിന് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിൻ്റെ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കേണ്ടത്. കർത്താവ് നൽകിയ സഹായം, പിതാവിൻ്റെ വാഗ്ദാനം, യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ നിമിഷവും കൈപിടിച്ച് നടത്തണം,
പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് നമ്മൾ ചലിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു വചനം നമുക്ക് വായിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായം നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. 37-ാം അധ്യായം 1-ാം വചനം, കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. വചനം പറയുകയാണ്, കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. വചനം പറയുകയാണ്, ആത്മാവ് എന്നെ കൊണ്ടുവന്ന് നിർത്തിയത് അസ്ഥികളുടെ താഴ്വരയിലാണ്. ഈ അസ്ഥികൾ ഒക്കെയും വരണ്ടിരിക്കുന്ന അനേകം അസ്ഥികൾ കിടക്കുന്ന ഒരു താഴ്വരയിലാണ് ദൈവം എസെക്കിയേൽ പ്രവാചകനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ദൈവം ഈ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഇത് ജീവിക്കുമെന്ന് അങ്ങേക്കറിയാമല്ലോ. കർത്താവെ, അങ്ങേക്കിതെല്ലാം അറിയാമല്ലോ. മറുപടി പറഞ്ഞു. വീണ്ടും കർത്താവ് പറയുകയാണ്, നീ ഈ അസ്ഥികളോട്, ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥികളോട് പ്രസംഗിക്കുക. ഈ ഉണങ്ങിക്കിടക്കുന്ന ജീവനില്ലാത്ത നിർജീവമായ അസ്ഥികളോട് നീ പ്രസംഗിക്കുക. പ്രസംഗിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ഇതാ അസ്ഥികളെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടു, ഇതാ അതിനു ചുറ്റും മാംസം വെച്ച് പിടിപ്പിക്കപ്പെട്ടു, രോമങ്ങൾ വന്നു, ഇതാ തൊലി വന്നു, ത്വക്ക് വന്നു. നിർജീവ ശരീരങ്ങളെ പോലെ മൃതശരീരങ്ങളായി ഈ അസ്ഥികൾ മാറി. ഈ വലിയ കൂന്, ഈ താഴ്വരയിൽ, ഈ അസ്ഥി താഴ്വര ഇതാ അനേകം മൃതശരീരങ്ങളെ കൊണ്ട് നിറഞ്ഞു. വീണ്ടും പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, ഈ മൃതശരീരങ്ങൾക്ക് ജീവിക്കുമോ? അത് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, ദൈവമേ, നിനക്കറിയാമല്ലോ. ഉടനെ പറഞ്ഞു, ഈ വായുക്കളോട് നീ പ്രസംഗിക്കുക, നീ വചനം പറയുക. ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം പറയുമ്പോൾ ഇതാ വായുക്കൾ, 4 ഭാഗത്തു നിന്നും വായുക്കൾ വന്ന ഈ മൃതമായിരിക്കുന്ന ശരീരങ്ങളൊക്കെ ജീവിപ്പിച്ചു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ വചനം കേൾക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കും. ഈ മരിച്ചു കിടക്കുന്ന, ക്ഷീണിച്ചു കിടക്കുന്ന, വരണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ ഊർജ്ജസ്വലപ്പെടുത്തുവാൻ, തീഷ്ണത കൊണ്ട് തിളപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 14-ാം വചനം ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. നീ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ നീ ഒരിക്കലും നശിക്കില്ല. പരിശുദ്ധാത്മാവ് നിന്നെ പ്രചോദിപ്പിച്ച് ജീവനിലേക്ക് നിന്നെ നയിക്കും. എപ്പോഴും നിനക്ക് ഒരു ഊർജ്ജസ്വലത നൽകും. എപ്പോഴും നിന്നെ പ്രത്യാശയുടെ കിരണങ്ങൾ നൽകി നിന്നെ ഉജ്ജ്വലിപ്പിക്കും. പരിശുദ്ധാത്മാവ് തീഷ്ണത കൊണ്ട് നിന്നെ നിറയ്ക്കും. നീ ഒരിക്കലും തളർന്നു പോകില്ല. നീ ശക്തിയറ്റ് തളർന്നു പോകില്ല. കാരണം പരിശുദ്ധാത്മാവാണ് നിന്നെ നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിൻ്റെ കരത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ കരം പിടിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഇതാ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാം വചനം. യെശയ്യാ പ്രവചനം 40:31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. വചനം പറയുകയാണ്, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കില്ല, നടന്നാൽ തളരുകയുമില്ല. നമ്മളെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന തലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, എന്തെല്ലാം ദുർഘട വഴിയിൽ കൂടെ കടന്നു പോയിട്ട് വന്നാലും പരിശുദ്ധാത്മാവാണ് നയിക്കുന്നതെങ്കിൽ നിനക്ക് തളരേണ്ടി വരത്തില്ല, നിനക്ക് നടന്നാൽ ക്ഷീണിക്കില്ല. പരിശുദ്ധാത്മാവ് നിന്നെ കൂടുതൽ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വചനം ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ കാണുകയാണ്. ശിമയോൻ എന്ന ഒരു പിതാവ്, വൃദ്ധനായ മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25 വചനങ്ങളിൽ, ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കേൾക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവുമായി ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയെയാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ശിമയോൻ എന്ന മനുഷ്യൻ, ഈ മനുഷ്യൻ അവൻ കേൾക്കുകയാണ്, കർത്താവിൻ്റെ അഭിഷിക്തനെ
കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വ്യക്തിപരമായി വെളിപ്പെടുത്തി. ഈ കാലഘട്ടത്തിൽ 2021 നാം ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയായി ഞാനും നിങ്ങളും മാറണം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വ്യക്തിയായി നമ്മൾ രൂപാന്തരപ്പെടണം. പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായി സംസാരിക്കണം. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. പ്രിയപ്പെട്ടവരെ, നിർദ്ദേശങ്ങൾ, സന്ദേശങ്ങൾ വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുക, സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, ശിമ്യോൻ എന്ന മനുഷ്യന് അദ്ദേഹം ദൈവഭക്തനാണ്, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനാണ്, ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനാണ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവനാണ്. അവന് കർത്താവിൻ്റെ വെളിപ്പാട് കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാവോ? 27 വാക്യം, ലൂക്കോസിന് സുവിശേഷം 2:27, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരം അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ഇതാ ദേവാലയത്തിൽ പരിശുദ്ധാത്മാവ് നിർദ്ദേശം കൊടുത്തതനുസരിച്ച്, പ്രേരണ കൊടുത്തതനുസരിച്ച് ശിമയോൻ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധ അമ്മയെയും യോസഫ് പിതാവിനെയും അവരുടെ കൈവശം ഉണ്ണിയേശുവിനെയും കണ്ടു. യേശുവിനെ കരങ്ങളിലെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞാൻ ആയിക്കഴിഞ്ഞാൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടായ്മ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. പരിശുദ്ധ തൃത്വം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പരിശുദ്ധ റൂഹായുടെ നിയന്ത്രണത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ തിരുക്കുടുംബം, ഞാൻ ചെല്ലുന്നിടമെല്ലാം തിരുക്കുടുംബത്തിൻ്റെ അനുഭവം, എൻ്റെ കുടുംബം തിരുക്കുടുംബത്തിൻ്റെ അനുഭവമായിരിക്കും. എവിടെ ആശ്വാസം, എവിടെ സന്തോഷം, സമൃദ്ധി ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സഹനങ്ങളുടെ മധ്യത്തിൽ പരിഭവമില്ലാതെ, വേദനകളില്ലാതെ, കുറ്റം പറച്ചിലില്ലാതെ അതെല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ദൈവിക കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നയിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മളെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നാം കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 8-ാം അധ്യായത്തിൽ അതിൻ്റെ 26-ാം വചനം ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസയിലേക്കുള്ള പാതയിലെത്തുക. അത് ഒരു വിജനപാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ, എത്യോപ്യ രാജ്ഞിയായ കൻദാഖയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ, ജെറുസലേമിൽ ആരാധിപ്പാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യെശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഫിലിപ്പോസ് ശമ്മാസനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് ഈ വിജന പാതയിൽ വരണം. അതിനുശേഷം പറഞ്ഞു, ഇതാ നീ ആ രഥത്തോട് ചേർന്ന് നടക്കണം. അദ്ദേഹം അതേപടി ചെയ്തു. അദ്ദേഹം ഈ രഥത്തോട് ചേർന്ന് നടക്കുമ്പോൾ അദ്ദേഹം കേൾക്കുകയാണ്, ഈ മനുഷ്യൻ, ഷണ്ടനായ മനുഷ്യൻ, അവൻ രഥത്തിലിരുന്ന് വായിക്കുന്നത് യെശയ്യാ പ്രവചനത്തിൻ്റെ പുസ്തകമാണ്. അത് വായിക്കുമ്പോൾ ഈ ഫിലിപ്പോസ് മാസ്റ്റർ ചോദിക്കുന്നുണ്ട്, നിനക്കിത് വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇത് വ്യാഖ്യാനിച്ചു തരാൻ ആരും എൻ്റെ കൂടെയില്ല. ഉടനെ പറഞ്ഞു, എന്നെയും ഈ ഫിലിപ്പോസിനെയും ഇതാ ആ രഥത്തിൽ മേൽ കയറ്റി അവർ ഒരുമിച്ച് യാത്ര പുറപ്പെടും. ആ സമയത്ത് അദ്ദേഹം ദൈവവചനങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കും. അദ്ദേഹത്തിന് യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇതാ മാനസാന്തരപ്പെടുത്തുന്ന എങ്കിൽ സ്നാനമേക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ, ഇതാ ജലമുള്ള ഒരു നദിയുടെ അരികെ വരുമ്പോൾ, കുളത്തിനരികെ വരുമ്പോൾ ഈ ഷണ്ടൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, എന്നെ ഒന്ന് സ്നാനപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മാവിനെ നവീകരിക്കാൻ, ഒരാത്മാവിനെ വീണ്ടെടുത്ത് മാമോദിസ വഴിയായി സഭയോട് ചേർക്കാൻ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ ഒരുക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുകയാണ്. ഫിലിപ്പോസിനെ ദൈവം പരിശുദ്ധാത്മാവ് ഒരുക്കി. ഇതാ ഈ എത്യോപ്യക്കാരനായ ഷണ്ടനെ സഭയുടെ അംഗമാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും നമ്മൾ ചിന്തിക്കണം, പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ എന്നെ അന്വേഷിക്കുന്നുണ്ട്, നമ്മളെ അന്വേഷിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം നമ്മിലൂടെ ഈ ലോകം മുഴുവൻ വചനം വ്യാപരിക്കണമെന്ന കർത്താവ് നമുക്ക് ശിഷ്യന്മാർക്ക് നൽകിയ ഒരു പ്രേക്ഷിത ദൗത്യമുണ്ട്. ലോകമൊക്കെയിലും പോയി വചനം പ്രഘോഷിക്കുക, അനേകരെ, സകല ജാതികളെയും സ്നാനം മുക്കുക, അവരെല്ലാം ശിഷ്യപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ
പ്രേരണയ്ക്കനുസരിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തികളായി, സമൂഹങ്ങളായി നമ്മൾക്ക് മാറാം. നമ്മളെ ഒന്ന് വിട്ടുകൊടുത്താൽ മതി. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ കാണുകയാണ്. ഇതാ 10-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നേല്യോസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസ് ലീഹായെ ക്ഷണിച്ചുകൊണ്ട് രണ്ടുപേരെ വരുമ്പോൾ 10-ാം അധ്യായം അതിൻ്റെ 17-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: താൻ കണ്ട ദർശനത്തിൻ്റെ അർത്ഥമെന്തെന്ന് പത്രോസ് സംശയിച്ചു നിൽക്കുമ്പോൾ കൊർന്നേല്യോസ് അയച്ച ആളുകൾ ശിമയോൻ്റെ വീടന്വേഷിച്ച് പടിവാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. 18-ാം വചനം: പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ ഇവിടെയാണോ താമസിക്കുന്നതെന്ന് അവർ വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു: ഇതാ 3 പേർ നിന്നെ അന്വേഷിക്കുന്നു. എഴുന്നേറ്റ് താഴോട്ട് ചെല്ലുക, ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോകുക, എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് കൊർന്നേല്യോസിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുവാനായി 3 പേരെ കരുതി പത്രോസിൻ്റെ അടുക്കിലേക്ക് വിട്ടത്. ഇന്ന് എന്നെയും നിങ്ങളെയും ഈ വചനത്തിന് വേണ്ടി ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ക്ഷണിച്ചത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് ആവശ്യമുള്ള വചനമാണ് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കുക. പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായി സംസാരിക്കുക. പരിശുദ്ധാത്മാവിനോട് നമ്മുടെ എല്ലാ കാര്യങ്ങൾ തുറന്ന പുസ്തകം പോലെ, ഒരു നല്ല സ്നേഹിതനോടെന്ന പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുവാൻ നമുക്കിടയായിത്തീരട്ടെ. നമ്മളെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ തടസ്സമായിരിക്കുന്ന എല്ലാ മേഖലകളും തുറന്നു വെക്കാം. നമ്മുടെ ഉള്ളിലെ വിദ്വേഷവും പകയും ദേഷ്യവും ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന് തുറന്നു വെക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ അങ്ങയ്ക്ക് പ്രവർത്തിക്കാൻ, അങ്ങയ്ക്ക് എൻ്റെ മേൽ നിയന്ത്രണം ചെലുത്തുവാൻ പറ്റാത്ത എന്തെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റി എന്നെ അങ്ങയുടെ സ്വന്തമാക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നെ അങ്ങയുടെ ദാസനാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, എന്നെ അങ്ങയുടെ ചാലകമാക്കി മാറ്റണമേ. പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നേർവഴിയിലൂടെ നയിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുവിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കുവാൻ, ഏറ്റുപറയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. As